കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, മനസ്സുള്ളവർ മനസ്സിലാക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം KSEBിലെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ഷോർട്ട് കട്ട്. അതിൻ്റെ കുറച്ച് സത്യങ്ങളിലേക്ക് ഞാൻ എത്തുകയാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ചില KSEBിലായാലും വിജിലൻസിലായാലും മറ്റുള്ള തരത്തിലും ഓപ്പറേഷൻ നിർവഹിക്കുന്ന അവർ ചെല്ലുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന ഒന്നാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കേട്ടാണ് നിങ്ങൾ, വളരെ പ്രശസ്തമാണ്. ഗോൾഡൻ ടെമ്പിളിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ആസൂത്രണം ചെയ്ത ഒന്നാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതുപോലെ ഒത്തിരിയുണ്ട്. ഇനി ഞാൻ ഓപ്പറേഷൻ ഷോർട്ട് കട്ടിലേക്ക് വരികയാണ്. ഇന്ന് ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് പരിചയമുള്ള റിട്ടയറായ ഒരേ കാണുന്നത്. എൻ്റെ ഫ്രണ്ടാണ്, സൽകുമാർ എന്ന് പറയും. അപ്പം അദ്ദേഹത്തോട് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയെ പറ്റി ഞാൻ പറഞ്ഞു, യൂട്യൂബിനെ പറ്റി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ സർവീസിലായിരുന്നപ്പോൾ എനിക്കിപ്പോഴും കിട്ടാറുണ്ട് 75,000, 50,000, 20,000, അങ്ങനെ കുറേ രൂപ കിട്ടാറുണ്ട്. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്. പല കോൺട്രാക്ടേഴ്സും ഇൻറ്റെമിറ്റി ബോണ്ട് എന്ന് പറയും. അതായത് കരാറുകാർ വയ്ക്കേണ്ട ബോണ്ടുകൾ. അതിന് ഒരു തുക അടയ്ക്കേണ്ടി വരും. ഒരു മീറ്റർ ഷിഫ്റ്റിങ്ങിന് ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് ആനുപാതികമായ തുക. ഒരു പോസ്റ്റ് ഷിഫ്റ്റിങ്ങിൻ്റെതാണെങ്കിൽ അതിന് ആനുപാതികമായ തുക. അതോടൊപ്പം തന്നെ ലൈൻ വലിക്കുന്നതാണെങ്കിൽ അതിന് ആനുപാതികമാണ്. ഇപ്പോൾ ട്രാൻസ്ഫോർമർ പിടിപ്പിക്കുന്നതാണെങ്കിലോ അതൊരു നിരന്തരമാണ്, ഒരു ഇൻറ്റെമിറ്റി ബോണ്ട് എന്ന് പറയും. അത് കരാറുകാർക്കുള്ള ഒരു നഷ്ടപരിഹാര ബോണ്ടിനെയാണ് ഇൻറ്റെമിറ്റി ബോണ്ട് എന്ന് പറയുന്നത്. അതൊരു നിയമപരമായ കരാറാണ്. അതിൽ കരാറുകാരൻ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അത് നമുക്ക് തിരികെ തരാതിരിക്കുകയാണെങ്കിലോ നഷ്ടപ്പെടുത്തുകയാണെങ്കിലോ കരാറുകാരനാണ് അതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടത്. അത് ഇലക്ട്രിസിറ്റി ബോർഡായാലും മറ്റുള്ള സ്ഥാപനങ്ങളായാലും അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇവ നിയമന കരാറിനെ സംബന്ധിച്ചിടത്തോളം, നിയമന കക്ഷിയോടെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടം, നിയമപരമായ അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ കരാറുകാരൻ്റെ ജോലിയിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ, അതായത് ആ സ്ഥാപനത്തിനുണ്ടാക്കുന്ന നഷ്ടങ്ങൾ, കൂടാതെ തൊഴിലാളികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ, തൊഴിൽ നിയമങ്ങൾ പാലിക്കാത്തത്, ഭൗതിക നഷ്ടമുണ്ടാക്കുന്നത്, പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നത് പരാജയപ്പെടുന്നത്, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ സ്ഥാപനം നൽകുന്ന ഒരു കരാർ ഉടമ്പടിയാണ്. അതായത് കോൺട്രാക്ട് വർക്കേഴ്സും സ്ഥാപനവും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, അതാണ് ഇൻറ്റെമിറ്റി ബോണ്ട്. ഈ ഇൻറ്റെമിറ്റി ബോണ്ടിന് വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ കാശ് തികയാതെ വരുന്നുണ്ട്. കോൺട്രാക്ടേഴ്സ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വരുമ്പോൾ സബ് എഞ്ചിനീയർ എഴുതി കൊടുക്കും, ഒപ്പിടും. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന വർക്കുകളാണ് പറയുന്നത്. ആ വർക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപയാണ് ബോർഡ് ആവശ്യപ്പെടുന്ന നികുതിദ്രവ്യം. അവർ സബ് എഞ്ചിനീയറോ ആവശ്യപ്പെടുന്നതല്ല, ബോർഡിൻ്റെ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന തുകയാണ്. ആ തുക, അതായത് പെർസെൻറ്റേജാണ്. ആ പെർസെൻറ്റേജ് അവർ ബോർഡിൽ അടയ്ക്കേണ്ടതുണ്ട്. ആ തുക പലപ്പോഴും പല കോൺട്രാക്ടേഴ്സും കയ്യിലുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എയിൽ നിന്നോ സബ് എഞ്ചിനീയറിൽ നിന്നോ ഓവർസിയറിൽ നിന്നോ അവർ കടമായി വാങ്ങിക്കും. ഈ കടമായി വാങ്ങിക്കുന്ന തുക പലപ്പോഴും ഒരുപക്ഷെ കാശായിട്ടായിരിക്കും കൊടുക്കുക, അതല്ലെങ്കിൽ ഗൂഗിൾ പേയിലൂടെ ആവാം, അല്ലെ TM ആവാം, അതുപോലെ കാർഡ് വഴിയാവാം. ഇങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ആ സാമ്പത്തികമായ ബാധ്യത വരുന്നത് ഈ ബോർഡ് ഉദ്യോഗസ്ഥനാണ്. ആ ബോർഡ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഒരു 10,000 രൂപയാണ് ഒരു എടുത്ത് നല്ല സബ് എഞ്ചിനീയർ ആ കോൺട്രാക്ട് വാങ്ങിച്ചാൽ, അയാൾ വൈകുന്നേരം ആ തുക ആർക്ക് നൽകും?
ഗൂഗിൾ പേ ആയിട്ടോ മറ്റുള്ള ഓൺലൈൻ ത്തിലൂടെയോ ആ കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ ആ ജീവനക്കാർക്കോ പർട്ടിക്കുലർ ജീവനക്കാർക്കോ എഇക്കോ നൽകും. അത് കൈക്കൂലിയാവോ? അത് കൈക്കൂലിയല്ല. അത് താൻ വാങ്ങിക്കുന്ന കടമായി വാങ്ങിക്കുന്നത് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു കോൺട്രാക്ടർ ഈ കൈക്കൂലി കൊടുക്കേണ്ടെന്ന് ആവശ്യം വരാറില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ബോർഡ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വർക്ക് എത്രയും വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അത് ഏൽപ്പിക്കുന്നതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. അവർക്ക് ഇൻഡെംനിറ്റി ബോണ്ട് ഇല്ലെങ്കിൽ ഉടനെ തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും. കൊടുത്തിട്ട് അവരാണ് അടയ്ക്കുന്നത്. അപ്പോൾ വിജിലൻസുകാർ കണ്ട ആ ഒരു തലത്തിലോട്ട് വരികയാണ്. മറ്റുള്ളവരെ കളിയാക്കിയ, ട്രോൾ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഈ ഗൂഗിൾ പേയിൽ കൊടുത്തത് ഇൻഡെംനിറ്റി ബോണ്ട് അടക്കാനുള്ളതാവാം. അതല്ലെങ്കിൽ തൻ്റെ വർക്കിന് വേണ്ടി എന്തെങ്കിലും ക്യാഷ് ആവശ്യം വരും. തൻ്റെ പണിക്കാർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴും വാങ്ങിക്കുന്ന ആരുടെ നിന്നാണ്? ഈ എഇയിൽ നിന്നോ സബിൽ നിന്നോ ഓവർസിയറിൽ നിന്നാണ്. ആ തിരികെ കൊടുക്കേണ്ടേ? വെറുതെ കൊടുത്തതല്ലല്ലോ. ആ തിരികെ കൊടുക്കുന്നതിന് അവർ ഉപയോഗിക്കുന്ന ഉപാധിയാണ്, ഓൺലൈൻ ഉപാധിയാണ് ജിപേ എന്നത്. പിന്നെ നിങ്ങളൊന്ന് ബ്രെയിൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരെങ്കിലും കൈക്കൂലി ജിപേയിൽ കൊടുക്കുമോ? അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൊടുക്കുമോ? പ്രോമിസറി നോട്ട് എഴുതിയിട്ടൊന്നും അല്ല ആരും കൈക്കൂലി കൊടുക്കുന്നത്. അത് രഹസ്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ രഹസ്യമായിട്ട് കൊടുക്കുന്ന ഒരിക്കലും ജിപേയിൽ വരില്ല എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിയുക. അപ്പം അത് കൈക്കൂലിയാവാൻ സാധ്യതയില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സനിൽകുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇപ്പോഴും 1.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ളത് ഇനി കിട്ടാൻ സാധ്യതയില്ല. കാരണം അന്ന് എത്രയും വേഗം വർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്തതെന്ന് നിങ്ങൾ കരുതുക. അത് കൈക്കൂലിയല്ല. കൈക്കൂലിക്കാരും തെളിവ് വെക്കില്ല. തെളിവായിട്ടാരും ചെയ്യില്ല. KSEBയെ നിങ്ങൾ മൊത്തം എടുക്കരുത് കൈക്കൂലിക്കാരാണെന്നുള്ളത്. ഒത്തിരി നല്ലവരുണ്ട്. വളരെ കുറച്ച് പേര് കൂടി വന്ന ഒരു 20% ആയിരിക്കും ചിലപ്പോൾ വർക്കേഴ്സ് മീൻസ് അവർ ഫീൽഡ് ജീവനക്കാരിൽ വാങ്ങിക്കുന്നത്. അത് ചിലപ്പോൾ അവരെ ഒരു സമ്മാനമായി കൊടുക്കുന്നതായിരിക്കാം ഒരുപക്ഷെ വാങ്ങുന്നത്. അപ്പം ആയതുകൊണ്ട് എല്ലാവരെയും താറടിച്ച് കാണിക്കല്ലേ ജനങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണവർ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഒരു KSEBക്കാരെന്ന് വിചാരിക്കുക. ഞാൻ എക്സിക്യൂട്ടീവിനും കൂടി ഉണ്ടായിരുന്നതാണ്. അതിനുശേഷമാണ് മിനിസ്ട്രിയിൽ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ഓരോ ദിവസവും ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു പോരുന്നത്, മക്കളോട് പറഞ്ഞു തരുന്നത് ബൈ ആണ്. ആ ബൈ മീൻസ് എന്താണ്? ഞാൻ തിരികെ വരുമോ വരില്ലേ എന്നുള്ളതാണ്. ഒരുപക്ഷെ വരില്ല എന്ന് തന്നെയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ തിരികെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിന് സ്പന്ദനമാണ് KSEB. മുമ്പും അങ്ങനെയായിരുന്നു. ഇപ്പം ഇൻവെർട്ടറൊക്കെ വന്നപ്പോഴാണ് കേരളത്തിന് സ്പന്ദനം മാറി നിൽക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻവെർട്ടർ ഉള്ളപ്പോഴും ആ കറണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ KSEBക്കാരെ നിങ്ങൾ ബഹുമാനിക്കുക, ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അവർ നമ്മൾക്ക് ചെയ്ത സഹായങ്ങളെ. നമ്മൾ കറണ്ടില്ലാതിരിക്കുമ്പോൾ അവരെ എവിടെയായിരിക്കും? പോസ്റ്റിന് മുകളിലായിരിക്കും. അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യായിരിക്കും. നമ്മൾ കരുതും കറണ്ടില്ലാത്തപ്പോൾ അവരെവിടെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടിരുന്ന് സംസാരിക്കുകയായിരിക്കുന്നു. അല്ല, നിങ്ങൾക്ക് വേണ്ടി ഉറക്കം നിൽക്കുന്നവരാണ് അവർ. കാറ്റത്തും മഴയത്തും വെയിലത്തും അവർ വർക്കിന് വേണ്ടി പോകുന്നവരാണ്. ഞാനും ഒരു ദിവസം 50 പോസ്റ്റിൽ വരയ്ക്കാൻ കയറിയിട്ടുണ്ട്. ആ കാലത്ത് 50 പോസ്റ്റ് കയറുക എങ്ങനെയാണ്? ഒരാൾ 25 തെങ്ങ കയറുക എന്നത് റെക്കോർഡായിട്ട് നടക്കുകയാണ്. ആ സ്ഥാനത്ത് 50 പോസ്റ്റുകൾ മഴയും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് ചിലപ്പോൾ തല പോലും തോർത്തില്ല. ഫുൾ ടൈം മഴയും നനഞ്ഞാണ്. ബൈക്കിന് മാത്രമല്ല സൈക്കിളിനും നടന്നും ഒക്കെ. ചിലപ്പോൾ കഴുത്തറ്റം വെള്ളത്തിലാണ് ഞങ്ങൾ നീന്തി ചെല്ലുന്നത്. അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടമാണ്. ചിലപ്പോൾ കഴുത്തറ്റം വെള്ളമായിരിക്കും. അപ്പോഴേക്കും പോസ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന നിവർത്തുന്നത്, ആ പോസ്റ്റിന് മുകളിൽ കയറുന്നത്. അത് എത്രയോ പ്രാവശ്യം വീഴും. ചെളിയിൽ ചവിട്ടിയ കാലുകൊണ്ടായിരിക്കും മുകളിലേക്ക് കയറുന്നത്. സ്ലിപ്പ് ചെയ്ത് വീഴും. എത്രയോ പ്രാവശ്യം കാല് പൊട്ടുന്നു, കൈ പൊട്ടുന്നു. അറിയണം നിങ്ങൾ. അവരുടെ വേദന അറിയണം. ആ വേദനകളുമായി ഞാൻ വരാം. ഓരോ പ്രാവശ്യവും KSEBക്കാർ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ. അതോടൊപ്പം
ചെറിയ ചെറിയ അവരുടെ സന്തോഷങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക് യു.